ഗുഡ് മോർണിംഗ്. ആത്മിക ഹീലിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഇത് ജനറൽ റീഡിംഗ് ആണ്. ആർക്കൊക്കെ റെസനേറ്റ് ആവും എന്ന് നോക്കാം. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആലോചിക്കുന്ന ആ വ്യക്തിയെ, നിങ്ങളുടെ മനസ്സിലുള്ള ആ വ്യക്തി ആരാണ്? ദ എംപറർ എന്നാണ് കാണിക്കുന്നത്. ഇപ്പോഴത്തെ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? ടു ഓഫ് സോർഡ്സ്. എന്താണ് നിങ്ങളുടെ ബന്ധത്തിനുള്ള തടസ്സം? ക്വീൻ ഓഫ് പെന്റക്കിൾസ്. നിങ്ങളോട് എങ്ങനെയാണ്? ഫൈവ് ഓഫ് വാൻസ്. എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നോക്കാം. ഫോർ ഓഫ് കപ്സ്. ചുറ്റുമുള്ളവർ എങ്ങനെയാണ് ഈ ബന്ധത്തെ കാണുന്നത്? പേജ് ഓഫ് കപ്സ്. എന്താണ് നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഹൈ പ്രിസ്റ്റസ്. ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറായിട്ട് എന്താണ് കാണുന്നത്? ഫോർ ഓഫ് സോഴ്സ്. 3 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ബന്ധം എങ്ങനെയായിരിക്കും? നൈറ്റ് ഓഫ് കപ്സ്. ഓവറോളായിട്ട് ഈ ബന്ധത്തിൻ്റെ ഓവറോളായുള്ള എനർജി എന്താണ് എന്ന് നോക്കാം. ദ ഹെർമിറ്റ്. ഇപ്പം നിങ്ങളുടെ വ്യക്തി എങ്ങനെയുള്ള ആളാണ് എന്ന് ചോദിച്ചപ്പോൾ ദ എംപറർ എന്നൊരു കാർഡാണ് വന്നിരിക്കുന്നത്. ഇതൊരു ചക്രവർത്തിയെ പോലെ ഇരിക്കുന്ന ഒരാളാണ്. ഒരു സമൂഹത്തിലൊരു പവർഫുള്ളായ ഒരാളായിരിക്കാം. എല്ലാവരെയും നിയന്ത്രിക്കുന്ന, എല്ലാവരെയും ഒരു മുതിർന്ന ഒരു മനസ്സുകൊണ്ട് ഭയങ്കര മെച്യൂറായുള്ള ഒരു ആളായിരിക്കും. ജോലിയിലായാലും നല്ല തരക്കേടില്ലാത്ത ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു ആളായിരിക്കും. പക്ഷേ ഇയാൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇയാളൊക്കെ അങ്ങനെ നമ്മുടെ ഇമോഷണലായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇത് കാണിക്കില്ല. വികാരങ്ങളെ കാണിക്കാത്തൊരു ഭാവമാണ്. എല്ലാം ഉള്ളിലൊതുക്കി വയ്ക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിച്ച ആൾ. എന്താണ് കറണ്ട് സിറ്റുവേഷൻ ചോദിച്ചപ്പോൾ ഈ ആൾ ഒരുപക്ഷെ നിങ്ങളിപ്പോൾ 2 സിറ്റുവേഷൻ ഒരുപോലത്തെ വന്നിട്ട് എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുക. ഇത് ഈ ബന്ധം തുടരണോ വേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിങ്ങളും ഇരിക്കാവും. അങ്ങനെ ഒരു ഇതിലാണ് ഇപ്പോൾ പോകുന്നത്. എന്ത് തിരഞ്ഞെടുക്കണം? ഒന്നുകിൽ ഈ ബന്ധം തുടരണോ അതോ അത് അവസാനിപ്പിക്കണോ എന്നുള്ളൊരു ചിന്തയായിരിക്കാം. അല്ലെങ്കിൽ ആ വ്യക്തിക്ക് 2 ഓപ്ഷൻ വന്നിരിക്കാം. നിങ്ങളെ മാറ്റി നിർത്തണോ, അങ്ങനെ എന്തെങ്കിലും ഒരു 2 സിറ്റുവേഷനിലുള്ള ഒരു കറൻറ്റ് സിറ്റുവേഷനാണ് കാണിച്ചിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ ബന്ധത്തിനുള്ള തടസ്സം എന്ന് ചോദിച്ചപ്പോൾ ക്വീൻ ഓഫ് പെന്റക്കിൾസ് ആണ്. നിങ്ങളൊരു പക്ഷേ 2 പേര് 2 തരത്തിലുള്ള സാമ്പത്തികമായി 2 തട്ടിലുള്ള ആളുകളായിരിക്കാം. ഒരുപാട് നല്ല ഉയർന്ന ഒരു പൊസിഷനിലുള്ളതായിരിക്കാം. സമൂഹത്തിൽ നല്ല മാന്യതയും നല്ല ഒരു ഇതിലുള്ള ഒരാളായിരിക്കാം. അതാണ് നിങ്ങളുടെ ആ സാമ്പത്തികത്തിലുള്ള ഒരു പൊസിഷനിലും അധികാരത്തിലുള്ള ആ ഒരു ഡിഫറൻസ് ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ബന്ധത്തിലുള്ള ഒരു തടസ്സത്തിലെ മെയിൻ കാരണമായിട്ട് അതായിരിക്കും കാണുന്നത്. ഇപ്പോൾ നിങ്ങളോട് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ 5 ഓഫ് വാൻസ് ആണ്. എപ്പോൾ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയില്ല അപ്പോൾ നിങ്ങൾ സംസാരിച്ചത് ഒരു വഴക്കിലേക്കാണ് അവസാനിക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾ ഒരുപാട് ഇഷ്ടത്തോടെ ആയിരിക്കും, സ്നേഹത്തോടെ ആയിരിക്കും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അതൊരു കോൺഫ്ലിക്റ്റിലേക്ക് മാറിപ്പോവുകയാണ്. അതാണ് ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു ഇത്. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഭയങ്കര ഒരു മിസ്സിങ് എനർജിയാണ്. ഇത് ഒരുപാട് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്. ഇത് സ്വീകരിക്കണോ വേണ്ടേ
സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ അല്ല, സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ വഴക്ക്, എന്ന് സംസാരിക്കാതിരിക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ അതാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ചുറ്റുമുള്ളവർ എങ്ങനെയാണ് നിങ്ങളുടെ ഈ ബന്ധത്തെ കാണുന്നതെന്ന് ചോദിച്ചപ്പോൾ പേജ് ഓഫ് കപ്സ് ആണ്. എല്ലാവരുടെയും നിങ്ങളെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ മാത്രമാണ് ഒതുങ്ങി നിൽക്കുന്നത്. പക്ഷേ ചുറ്റുമുള്ളവർ കാണുമ്പോൾ നിങ്ങൾ രണ്ടുപേരും നല്ല സ്നേഹമുള്ളവരാണ്, നല്ല ഒരു ഇതായിട്ടുള്ള ആളുകളായിട്ടാണ് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്കൊരു അവബോധം, ക്ലാരിറ്റി കിട്ടണം. അങ്ങനെ ഒരു ഇതാണ് നിങ്ങൾക്കൊരു ഈ ബന്ധത്തിന് ഒരു ക്ലാരിറ്റി ഇല്ല. അത് എന്താവും, എങ്ങനെയാവും എന്നുള്ള ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല, ഒന്നും വ്യക്തമായിട്ട് ഒരു മനസ്സിലാവുന്നില്ല. ആ ഒരു നിങ്ങളത് അങ്ങനെ ഒരു അവബോധം കിട്ടണമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറായിട്ട് കാണിക്കുന്നത് എല്ലാവരും പിൻവാങ്ങുന്ന ഒരവസ്ഥയാണ്. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളിത് പിന്നാലെ ചോദിച്ച് നിങ്ങൾ മടുത്തുണ്ടായിരിക്കാം, എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ എന്തുകൊണ്ടാണെന്ന് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി നിങ്ങൾ ചോദിച്ച് നിങ്ങൾ വളരെ വിഷമിച്ചിട്ടും ഉണ്ടായിരിക്കാം. അവസാനം നിങ്ങളായിട്ട് പിൻവാങ്ങുന്ന ഒരവസ്ഥയാണ്. ഒരു റെസ്റ്റ് എടുക്കുക, എന്തായാലും ഒരു കുറച്ച് നാളത്തേക്ക് ഒരു സെപ്പറേഷൻ സംഭവിക്കട്ടെ, അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഇങ്ങനെ വിഷമിക്കാൻ വയ്യ എന്നുള്ളൊരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടായിരിക്കും. 3 മാസത്തിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് കുറച്ചും കൂടിയും ആളെ നിങ്ങളുടെ സ്നേഹത്തിന് തിരിച്ചു വരും എന്നതാണ്. സ്നേഹത്തിലേക്ക് കൂടുതൽ വരും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ആ സ്നേഹത്തോടെ കൂടുതൽ പരിപാലിക്കാനും അപ്പോൾ അങ്ങനെ നിങ്ങളിലേക്ക് വരും എന്നുള്ള ഒരു സൂചനയാണ് കാണിക്കുന്നത്. ഓവറോളായിട്ട് നിങ്ങളുടെ ഈ ബന്ധത്തിൻ്റെ ഒരു ചോദിക്കുമ്പോൾ കാണിക്കുന്നത് ഹെർമിറ്റാണ്. ഇതൊരു പക്വതയുടെ ഒരു അടയാളമായിട്ടാണ് കാണിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ കുറച്ച് സെപ്പറേഷൻ ഉണ്ടെങ്കിൽ പോലും അപ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നത്, രണ്ടുപേരും തിരിച്ചറിയുന്നത് അവരുടെ ജീവിതത്തിൽ നിങ്ങളെന്തായിരുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ അവരെന്താണ് എന്നുള്ളത് തീർച്ചയായും തിരിച്ചറിയുന്നത് ഒരു പക്ഷേ സെപ്പറേഷനിലിരിക്കുമ്പോഴായിരിക്കാം. അപ്പോഴായിരിക്കും എത്ര നമ്മുടെ ആ സ്നേഹത്തിന് എത്രമാത്രം വിലമതിച്ചു എന്നുള്ളത് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവുന്നതും. അങ്ങനെ ഒരു എനർജിയാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ കാണിക്കുന്നത്. നമുക്ക് ഒരു ഒറക്കൽ മെസ്സേജ് കൂടി നോക്കാം, എന്താണ് ഇതിനെ കുറിച്ച് പറയുന്നത് എന്ന്. ഗിവ് ഇറ്റ് ടൈം എന്നാണ്. എവറിത്തിങ് ഇൻ ഡിവൈൻ ടൈമിങ്, ലെറ്റ് തിങ്സ് ഫ്ലോ. അപ്പോൾ എല്ലാം അതതിൻ്റെ സമയത്ത് സംഭവിക്കും. അപ്പോൾ അതിനൊരു ഡിവൈൻ ടൈമിങ് ഉണ്ട്. അപ്പോൾ എല്ലാവരും അതുപോലെ നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുക, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അതിൻ്റെ വഴിക്ക് വിടുക. നമ്മളതിനെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് വിഷമിക്കാതിരിക്കുക. എല്ലാം നമ്മളിലേക്കുള്ളതാണെങ്കിൽ നമുക്ക് തിരിച്ചു വരും. ഒരു പക്ഷേ നമുക്കൊരുപാട് വിഷമം ഉണ്ടായിരിക്കാം ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട്. പക്ഷേ എല്ലാം ആ സമയത്തിന് വിട്ടുകൊടുക്കുക. അതത് സമയമാകുമ്പോൾ അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ള ഒരു മെസ്സേജാണ് ഇന്ന് നമുക്ക് തന്നിരിക്കുന്നത്. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഈ റീഡിങ് റെസിനേറ്റ് ആയവർക്ക് കമൻറ്റ് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.